ഹലോ ഗായ്സ്, ഇപ്പോൾ ഒരുപാട് പേര് മാസ്റ്റേഴ്സൊക്കെ അബ്രോഡ് നോക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ നോക്കാം. അതിന് മുൻപ് നമുക്ക് കുറച്ച് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് വന്ന മെയിലൊക്കെ അപ്ഡേറ്റ് ആണോ എന്ന് നോക്കുക. മെയിലെല്ലാം നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയി നമ്മുടെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിൻ്റെ കോഴ്സിലായിരുന്നു. ഞാൻ ഓൺലൈനായിട്ടാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓൺലൈൻ സൈറ്റിൽ കയറി നമ്മൾ കോഴ്സസൊക്കെ എടുത്തത്. ഇന്ന് ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ്സ് ആണ് കേട്ടോ. ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് കോഴ്സാണ്. സോ അതിൽ വരുന്നത് നമുക്കറിയാലോ HTML, CSS ആൻഡ് ജാവാസ്ക്രിപ്റ്റ്. സോ നമുക്കിന്ന് ജാവാസ്ക്രിപ്റ്റ് കുറച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ജർമ്മൻ യൂണിവേഴ്സിറ്റീസ് തപ്പാട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ കുറച്ചൊക്കെ നോക്കി നമ്മുടെ കോഡിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് നോക്കിയായിരുന്നു, ചെയ്തായിരുന്നു. അപ്പോൾ നമുക്കിനടുത്ത് നമ്മുടെ ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഫസ്റ്റ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടത് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസ്. നമ്മൾ നോർമൽ എങ്ങനെയാണോ ഗൂഗിൾ ചെയ്ത് നോക്കുക അതുപോലെ നോക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസിൻ്റെ ലിസ്റ്റ് കിട്ടും. ആ യൂണിവേഴ്സിറ്റീസൊക്കെ ലിസ്റ്റ് ചെയ്ത് വെച്ച് ഓരോരോ യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലിൽ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഡാഡ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, DAAD. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ ഡാഡിൻ്റെ ഒഫീഷ്യൽ സൈറ്റ്. അതിൽ പോയിട്ട് ഇൻ്റർനാഷണൽ പ്രോഗ്രാംസ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു സൈറ്റിലേക്ക് പോകും. അതിൽ പോയിട്ട് നമ്മൾ സ്റ്റഡി ആൻഡ് റിസർച്ച് ഇൻ ജർമ്മനി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ തന്നെ ഓവർവ്യൂ ഉണ്ടാവും. അതിൽ സ്റ്റഡി ആൻഡ് റിസർച്ച് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓവർവ്യൂ കിട്ടും. അതിൽ യൂണിവേഴ്സിറ്റീസ് ആൻഡ് പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് കിട്ടും. അതിൽ ഇൻ്റർനാഷണൽ പ്രോഗ്രാം എടുത്ത് നമുക്ക് ഇംഗ്ലീഷ് ടോട്ടായിട്ടുള്ളത് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു സൈറ്റ് വരും. ഈ ഒരു സൈറ്റിൽ നമ്മുടെ ഏതാണോ കൂടുതൽ മാസ്റ്റേഴ്സ് ആയിരിക്കും അപ്പോൾ മാസ്റ്റേഴ്സിന് കൊടുക്കുക, ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഏത് ഫീൽഡാണോ വേണ്ടത് അത് പ്രിഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രത്തോളം കോഴ്സുകൾ അവിടെ ഇപ്പോൾ അവൈലബിൾ ആണോ, ഓപ്പൺ ആണോ, അത് മുഴുവൻ വരും. അപ്പോൾ നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കോഴ്സ് ഫീസ് ഉണ്ടായിരിക്കും. ആ ട്യൂഷൻ ഫീ നമ്മൾ 0 ആയിട്ട് ഇടണം കേട്ടോ. അല്ലെങ്കിൽ പ്രൈവറ്റും ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ കയറി വരാൻ ചാൻസ് ഉണ്ട്. പ്രൈവറ്റ് അല്ലെങ്കിലും ചില പബ്ലിക് യൂണിവേഴ്സിറ്റി ഫീസ് ഉള്ളതും വരും. അപ്പോൾ നമ്മൾ 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഫീസ് ഇല്ലാത്തത് മാത്രം വരും. അപ്പോൾ ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കെമിറ്റ്സ്, യൂണിവേഴ്സിറ്റി ഓഫ് കെമിറ്റ്സിലത്തെ ഒരു കോഴ്സ് എടുത്തതാണ്. ഇതിൽ ഒരുപാട് അപ്ഡേഷൻസ് പഴയത് മീൻസ് കഴിഞ്ഞ ഇൻടേക്കിനൊക്കെ കൂടുതൽ വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, IELTS 5.5 മതി കേട്ടോ. അത് ഭയങ്കര പ്ലസ് പോയിൻ്റാണ്. കെമിറ്റ്സിലൊന്നും IELTS ഇതുവരെ കൂട്ടിയിട്ടില്ല. ചില സ്ഥലത്തൊക്കെ C1 ലെവലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവരിവിടെ വെച്ചേക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് A1 സർട്ടിഫിക്കറ്റ് കമ്പൽസറി ആക്കിയിട്ടുണ്ട്. ഇത് അഡ്വാൻസ് മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ.